സമാധാനത്തിന്റെ പുലരികളിലേക്ക് ഉണർന്നു തുടങ്ങിയ കശ്മീരിൽ നിന്ന് വീണ്ടും ചോരയുടെയും കണ്ണീരിന്റെയും വാർത്തകൾ കേൾക്കേണ്ടി വന്നതിന്റെ നടുക്കത്തിലാണ് രാജ്യം. സന്തോഷവും സമാധാനവും തേടി ആട്ടിടയന്മാരുടെ താഴ്വര പഹൽഗാമിലെത്തിയ നിരപരാധികളാണ് കണ്ണിൽ ചോരയില്ലാത്ത ക്രൂരതയ്ക്കിരയായത്. സമാധാനം പുലരുന്ന കാശ്മീർ പലരുടെയും സ്വാസ്ഥ്യം കെടുത്തുന്നുണ്ട്. പാകിസ്ഥാനിലെ രാഷ്ട്രീയ അനിശ്ചിതത്വത്തിന്റെ ഇരകളാവാൻ വിധിക്കപ്പെട്ടവരാണ് കാശ്മീർ ജനത. കാശ്മീർ വികാരം ആളിക്കത്തിച്ചാണ് അവിടുത്തെ ഭരണാധികാരികളിൽ പലരും ആടിയുലയുന്ന കസേര ഉറപ്പിക്കുന്നത്. പാകിസ്ഥാന്റെ അവിഭാജ്യ ഘടകമാണ് കാശ്മീർ എന്നും ഹിന്ദുക്കളും മുസ്ലിങ്ങളും അടുക്കാൻ പറ്റാത്ത വിധം വ്യത്യസ്തരാണെന്നുമുള്ള പാക് സൈനിക മേധാവി ജനറൽ അസീം മുനീറിന്റെ ഇതിനകം കുപ്രസിദ്ധമായ പരാമർശമാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് പ്രചോദനമായതെന്നാണ് ദേശീയ അന്വേഷണ ഏജൻസിയുടെ വിലയിരുത്തൽ. US വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ ഇന്ത്യ സന്ദർശന വേളയിലാണ് ഭീകരാക്രമണം നടന്നതെന്നും ശ്രദ്ധേയമാണ്. ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ കസൂരി എന്നറിയപ്പെടുന്ന സെയ്ഫുള്ള ഖാലിദ് പാക് ഭീകര സംഘടനയായ ലഷ്കർ-ഇ-തൊയ്ബയുടെ ഡെപ്യൂട്ടി ചീഫാണ്. പാക് സൈന്യത്തിന്റെ കണ്ണിലുണ്ണിയായി അറിയപ്പെടുന്ന കസൂരി 2 മാസം മുൻപ് പാക് പഞ്ചാബിലെ സൈനികരുടെ ഔദ്യോഗിക അതിഥിയായെത്തി പ്രസംഗിച്ചിരുന്നു. 2026 ഫെബ്രുവരിക്ക് മുൻപ് കശ്മീർ പിടിച്ചെടുക്കുമെന്നും ഇയാൾ പ്രഖ്യാപിച്ചതായാണ് റിപ്പോർട്ട്. അതേസമയം സമീപകാലത്തായി ഭീകരരെ കശ്മീർ ജനത അകറ്റി നിർത്തുന്നതിന്റെ നിരാശയിൽ നിന്നുകൂടിയാണ് ഈ ആക്രമണമെന്നും സംശയിക്കണം. വിനോദസഞ്ചാരികളെയും സാധാരണക്കാരെയും ലക്ഷ്യമിട്ടുള്ള ആക്രമണം കൂടി വരുന്നതും ഈ പശ്ചാത്തലത്തിലായിരിക്കാം. ഏതു നിമിഷവും ഒരു പൊട്ടിത്തെറിയിൽ എല്ലാം ഒടുങ്ങുമെന്ന അനിശ്ചിതത്വത്തിൽ നിന്ന് സ്വാസ്ഥ്യം നിറഞ്ഞ ജീവിതത്തിലേക്ക് കശ്മീർ ജനത നടന്നു തുടങ്ങിയിട്ട് അധികം നാളായിട്ടില്ല. ഭൂമിയിലെ സ്വർഗം എന്ന വിശേഷണം തിരിച്ചുപിടിക്കാനുള്ള പരിശ്രമത്തിലായിരുന്നു ആ നാടും ജനങ്ങളും. കശ്മീരിന്റെ സ്വൈര്യ ജീവിതം അസ്ഥിരപ്പെടുത്തുക എന്ന ഉദ്ദേശം കൂടി ഈ ഭീകരാക്രമണത്തിന് പിന്നിലുണ്ട്. കൃഷി കഴിഞ്ഞാൽ പിന്നെ കശ്മീർ ജനതയുടെ ജീവിതം വിനോദസഞ്ചാരികളെ ചുറ്റിപ്പറ്റിയാണ്. കശ്മീരിൽ സമാധാനം പുലരുന്നുവെന്ന വിശ്വാസം ടൂറിസത്തിനാണ് ഏറ്റവും കരുത്തു പകരുന്നത്. ഇന്ത്യയിലെ സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന കശ്മീരിലേക്ക് കഴിഞ്ഞ വർഷം മാത്രം 2.5 കോടിയോളം വിനോദസഞ്ചാരികളാണ് എത്തിയത്. വിദേശികളടക്കം ദിവസം തോറും 10,000-കണക്കിന് വിനോദസഞ്ചാരികൾ എത്തുന്ന സീസൺ തന്നെ ആക്രമണത്തിനായി തിരഞ്ഞെടുക്കുക വഴി ഭീകരർ ഉന്നമിട്ടത് കശ്മീർ ജനതയെ തന്നെയാണ്. കശ്മീരിൽ ഒരു ടൂറിസ്റ്റ് വരുമ്പോൾ അത് ഞങ്ങൾക്ക് അന്നത്തിനുള്ള അവസരമാണ് നൽകുന്നത്. ഈ നാണംകെട്ട പ്രവൃത്തി ചെയ്തവർ ഞങ്ങളുടെ സുഹൃത്തുക്കളല്ല എന്ന കുൽഗാമിൽ നിന്നുള്ള MLA യൂസഫ് തരിഗാമിയുടെ വാക്കുകളിൽ കശ്മീർ ജനതയുടെ മനസ്സുണ്ട്. കശ്മീരിലെ പ്രമുഖ പത്രങ്ങളൊക്കെയും കടുത്ത ഭാഷയിലാണ് ഭീകരാക്രമണത്തെ അപലപിച്ചത്. ഭീകരർക്കൊപ്പമില്ലെന്ന സന്ദേശവുമായി താഴ്വരയാകെ ബുധനാഴ്ച ഹർത്താൽ ആചരിച്ചതും അവിടുത്തെ ജനങ്ങൾ സമാധാനം കൊതിക്കുന്നുവെന്നതിൻ്റെ പ്രഖ്യാപനം കൂടിയാണ്. ഭീകരരെ തള്ളിപ്പറയുന്നതിനൊപ്പം കശ്മീർ ജനതയെ ചേർത്തു പിടിക്കാനും സമാധാനം തിരികെ കൊണ്ടുവരാനും നമുക്കാവണം. മതവിദ്വേഷത്തിന്റെ കനലുകൾ രാജ്യത്താകെ വിതറുകയെന്ന നീചബുദ്ധിയോടെയുള്ള ആക്രമണ രീതിയാണ് ഭീകരർ തെരഞ്ഞെടുത്തത്. ഭീകരർക്കെതിരായ നിലപാടുകൾ ഏതെങ്കിലും പ്രത്യേക മതവിഭാഗത്തെ ലക്ഷ്യം വെച്ചുള്ളതാകുമ്പോൾ തകരുന്നത് രാജ്യത്തിന്റെ മതേതര മനസ്സാണെന്നോർക്കുക.